ഹായ് ബ്രോ, സുഖാണോ? സുഖമാണ് സുഖമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വന്നതാണ്. ഇപ്പം ഈ മാർക്കോ സിനിമ ഇറങ്ങിണ്ടല്ലോ, ഇപ്പം ആ സിനിമ ഇറങ്ങിയിട്ട് അത് കുറേ വയലൻസാണ്, അതേപോലെ ചെറിയ തലമുറകൾ അങ്ങനെ കാട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം ബ്രോ ഇപ്പം ആ ഒരു കാറ്റഗറി പെട്ടാണല്ലോ, അതിനെക്കുറിച്ച് ബ്രോന് എന്ത് പറയാനുള്ളത്? അതിപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സിനിമയായിട്ട് കാണണം. കാരണം ഇതൊരു ഇമാജിനറി ഒരു സിനിമ എന്ന് പറഞ്ഞൊരു ഇമാജിനറിയാണ്. അത് ഒരു ഡയറക്ടർ നിർമ്മിക്കുന്ന ഇതാണ്. ഇപ്പം മാർക്കോയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കോയിൽ ആ ഉണ്ണിമുകുന്ദം വേറൊരു ഉണ്ണിമുകുന്ദം മാത്രമാണ്. ആ സിനിമയിലെ ആ ഡയറക്ടർ ആ മാർക്കോനെ ഉണ്ണിമുകുന്ദനെ ആ മാർക്കോയെ ആക്കിയതാണ്. മാർക്കോയ്ക്ക് ശരിക്കും റിയൽ ലൈഫിൽ, അതായത് ഉണ്ണിമുകുന്ദനെ റിയൽ ലൈഫിൽ ഒരിക്കലും അത്ര ആൾക്കാരെ അടിക്കാനോ അതേപോലെ വയലൻസ് ചെയ്യാനോ പറ്റില്ല. സിനിമയായിട്ട് കാണണം. നിങ്ങൾക്ക് ഓക്കെ തിയേറ്ററിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ആ സിനിമയായിട്ട് കാണാം. അതിൽ ക്രിയേറ്റിവിറ്റി, ആ ഇമാജിനേഷനൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരും. പക്ഷെ തിയേറ്റർ വിട്ട് കഴിയുന്നവരെ മാത്രമേ ആ ഇമാജിൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ ഒരു കില്ലിങ് എന്നിട്ടാ ഇമാജിനേഷൻ ഒന്നും മനസ്സിൽ നിന്ന് വിട്ടുകളയണം ഗൈസ്. നമ്മൾ ഒരിക്കലും ആ സിനിമകളിലെ ആൾക്കാർ ചെയ്യണ പോലെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. സിനിമയായിട്ട് കാണണം. ഇപ്പം എന്തോരം കൊലപാതകങ്ങളാണ് ഓരോ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ എന്നിട്ട് ആസ്പദമാക്കി കുറേ കൊലകൾ നടത്തുന്നുണ്ട്. ഇപ്പം ദൃശ്യത്തിൽ സിനിമകൾ 1 ഇറങ്ങി 2 ഇറങ്ങി, അതേപോലത്തെ കുറേ കൊലകൾ നമുക്ക് കാണാൻ കഴിയും ഗൈസ്. അപ്പോൾ ഒരിക്കലും അതേപോലെ ചെയ്യരുത്. നമ്മൾ സിനിമയായിട്ട് കാണണം. ഇപ്പോഴത്തെ തലമുറ നമ്മൾ എല്ലാവർക്കും ഞാൻ ഇപ്പോൾ കുട്ടിയാണ്, എൻ്റെ കുട്ടികൾക്കും ഞാനിത് പകർന്നു കൊടുക്കും. അവരിങ്ങനെ നമ്മുടെ തലമുറയെ നല്ല രീതിയിൽ വളർത്തുക ഗൈസ്. അപ്പോൾ ഒരിക്കലും സിനിമ കണ്ട് ആരും കൊലപാതകങ്ങളോ തെറ്റുകളിലേക്കോ പോകരുത്. സിനിമയായിട്ട് കാണാം. ആ സിനിമ ആ TV-യിൽ അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മൾ എപ്പോഴും ഇതേപോലെ നല്ല രീതിയിൽ മാത്രം പെരുമാറാം. കില്ലിങ് ഇമാജിനേഷനും അതൊക്കെ വിട്ട് കളയുക. ഓക്കെ, സെറ്റ്.